ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്കൊക്കെ നിങ്ങൾ എല്ലാവരും പോയി തുടങ്ങി ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നത് അല്ലേ. മാത്രമല്ല 4ാം ക്ലാസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോണ്ടന്റ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് വേണോ അതൊന്നും അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല. നമ്മുടെ യൂട്യൂബോ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഇതൊക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരു ബാച്ച് തരികയാണ്, നമ്മുടെ പ്രാണ ബാച്ച്. ഈ ഒരു ബാച്ചിൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് 4ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മാത്രമല്ലടാ, ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് നോട്ട്സ് എഴുതേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു സ്ലൈഡ് നമ്മൾ പഠിപ്പിക്കാൻ യൂസ് ചെയ്ത സ്ലൈഡാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതുന്ന സമയം കൂടെ നിങ്ങൾ അവിടെ സേവ് ചെയ്യാണ്. മാത്രമല്ല ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അതിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ, ചാപ്റ്റർ വൈസ് എക്സാം നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ കിട്ടാറില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നമ്മുടെ ആദ്യം നമുക്ക് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാമാണ്. അപ്പോൾ ഓണം എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓണം എക്സാം അടിപൊളിയായിട്ട് കളറാക്കാം അല്ലേ. നല്ല അടിപൊളിയായിട്ട് കളറാക്കാം, നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല LSS എന്ന് പറഞ്ഞൊരു വലിയ കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു ഇയറാണ് ഈ ഒരു ഇയർ എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്ലേ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് വേണ്ടി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രാണ ബാച്ച്, നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായി താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് സൂപ്പറായിട്ട് പഠിച്ചെടുക്കാം. സോ യെസ്, മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 1000 കടന്നു എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അബാക്കസ് എന്താണ്, എങ്ങനെയാണ് ഒരു അബാക്കസ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഉന്നത ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ 1s, 10s, 100s, 1000s അല്ലേ, അതായത് 1കൾ, 10, 100, 1000 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വടിയിലും കുറച്ച് മുത്തുകൾ ഉണ്ടാകും. അപ്പൊ ഈ 1കളുടെ വഴിയിൽ എത്ര മുത്തുകളാണുള്ളത് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9. 1കളുടെ സ്ഥാനത്ത് 9ആണ്. ഇനി 10കളുടെ സ്ഥാനത്തോ 1 2 3 4 5 6 7 8 9. 10സിന്റെ സ്ഥാനത്തും 9 ആണ്. ഇനി 100സിന്റെ സ്ഥാനത്തോ 1 2 3 4 5 6 7 8 9. 100സിന്റെ സ്ഥാനത്തും 9 ആണ്. 999 ആണ് നമ്മളുടെ ഈ ഒരു അബാക്കസിലുള്ള നമ്പർ എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ അബാക്കസ് കണ്ടുപിടിക്കാൻ പറ്റുക അല്ലേ. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എന്നുള്ളത് പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ഈ അബാക്കസ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ നമുക്ക് ഇതിൽ നോക്കാനുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കിയാലോ. ഇഫ് വി ആഡ് 1 more, ഒന്നുകൂടി കൂട്ടിയാലോ എന്നാണ് ചോദിച്ചത്. അതായത് 999 ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, അത് നമ്മൾ അബാക്കസിൽ വരച്ച് കാണിക്കാനാണ് പറഞ്ഞത്. മക്കളെ, ഇത് വരച്ചതിൻ്റെ പകുതി പോയിട്ട് ഇത് വരച്ചതിൻ്റെ 1/4% ബുദ്ധിമുട്ട് പോലും നമുക്ക് ഉണ്ടായില്ല ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം 9ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. ഇവിടെയും 9ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. ഇവിടെയും 9ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10, അതായത് 1000 അല്ലേ, 1000 ആണ്. അതായത് 1ന്റെ സ്ഥാനത്ത് 0, യെസ് 10സിന്റെ സ്ഥാനത്ത് 0, 100സിന്റെ സ്ഥാനത്ത് 0, 1000ന്റെ സ്ഥാനത്ത് എന്താണ്, 1 ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 1000ന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു ഒറ്റ വീട് വരച്ചു കൊടുക്കുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ അബാക്കസ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യെസ്, ഈ ഒരു 999 അല്ലേ, 999നോട് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. ശേഷം അത് നമ്മുടെ ഈ ഒരു അബാക്കസിൽ വരച്ചു നോക്കുക. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു ആക്ടിവിറ്റി. അപ്പോൾ യെസ്, അടിപൊളിയായിട്ട് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.